ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റംസാൻ 2ൻ്റെ വ്ളോഗാണ് ഇത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. നോമ്പായാലും ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലയെന്നാണ് ഈ ആണുങ്ങളുടെ വിചാരം. ഇക്ക പറയും, ഇനി നീ നോമ്പായതുകൊണ്ട് ഫുൾ ഫ്രീ ആയില്ലേ, ഇനി എന്താ നിനക്ക് പണി, നല്ലോണം കിടന്നുറങ്ങാലോ എന്ന്. എങ്ങനെ ഫ്രീ ആവുന്നേ? നോമ്പെടുക്കാത്ത 2 ചെറിയ കുഞ്ഞു മക്കളില്ലേ, അവർക്ക് എന്തായാലും ഫുഡാക്കണ്ടേ. ഇനിയിപ്പോൾ ഫുഡാക്കിയില്ലെങ്കിലും ബാക്കിയുള്ള പണികളൊക്കെ ഇല്ലേ, ക്ലീനിങ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതൊക്കെ സാധാരണ പോലെ തന്നെയല്ലേ. രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് കിടക്കാനുള്ള ടൈം ഉണ്ടാവും. പിന്നെ അതിന് ശേഷം എന്തായാലും കുട്ടികൾക്ക് സ്കൂളിൽ പോകണമല്ലോ. ഞങ്ങൾ എഴുന്നേൽക്കാതെ എന്തായാലും കുട്ടികൾ എഴുന്നേൽക്കില്ലല്ലോ. ഒരു 3/4 മണിക്കൂറോളം എന്തായാലും ഉറങ്ങാൻ കഴിയുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള സമയമായില്ലേ, അപ്പോൾ അതിനെന്തായാലും എഴുന്നേൽക്കണമല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറക്കം കിട്ടാനാ? ഒരിക്കൽ എഴുന്നേറ്റിനെ ഉറങ്ങാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയാണ്. അഥവാ അങ്ങനെ ഉറങ്ങിപ്പോയാലോ ബാക്കിയുള്ള പണികളൊക്കെ ബാക്കിയാവുമല്ലോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ നോമ്പായതുകൊണ്ട്. വേസ്റ്റ് കളയുന്നതിന് മുമ്പ് ഉള്ളി പൊളിക്കാനുള്ളതൊക്കെ തൊലിയൊക്കെ പൊളിച്ച്, പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ വേസ്റ്റിലിടും. എന്നാലെല്ലാം ഒരുമിച്ചങ്ങ് കളയാലോ. രാത്രിയിലേക്കുള്ള കറിയും വൈകുന്നേരത്തേക്കുള്ള കടികളുടെ മസാലകളൊക്കെ ഞാൻ പരമാവധി വേഗത്തിൽ ഒരു ഉച്ചയാകുമ്പോഴേക്ക് റെഡിയാക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ കുട്ടികൾ പോയതിന് ശേഷം അലക്കലും ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്ത് തീർക്കും. അതിനുശേഷം ഈ കറിയുടെയും മസാലകളുടെയൊക്കെ പരിപാടി തുടങ്ങും. കറിയുടെയും മസാലകളുടെയൊക്കെ പരിപാടി കഴിഞ്ഞാൽ തന്നെ പകുതി ഒരു സമാധാനമാണ്. ഇനി കുറച്ചല്ലേ ബാക്കിയുള്ളൂ കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളൊരു സമാധാനം. ഇന്നിവിടെ ചിക്കൻ കറിയും നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. കൂടെ സ്നാക്കായിട്ട് എഗ് പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ പുതിർത്തി വെച്ച അരിയാണ് നെയ്പ്പത്തലിന്. അങ്ങനെ ഇത് അരച്ചൊക്കെ വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചുട്ടാൽ മതി. അരിയൊക്കെ അരച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മോൻ വരേണ്ട ടൈമായി. ഞാൻ റോഡിൻ്റെ സൈഡിലേക്ക് വന്ന് നിന്നിട്ടുണ്ട്. ക്രോസ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ഈ സൈഡിൽ തന്നെ നിന്നു. സാധാരണ ഞാൻ തന്നെയാണ് ക്രോസ് ചെയ്യിക്കാറ്, അപ്പുറത്തേക്ക് പോവാറുണ്ട്. ഇന്നെന്തോ നല്ല ക്ഷീണമുണ്ട്, നല്ല തിരക്കുമുണ്ട്. എന്തായാലും ഈ സമയം തിരക്ക് തന്നെയാണ്. അങ്ങനെ ഞാൻ അവരോട് ആക്ഷൻ കാണിച്ചു. അപ്പുറത്തൊരു ട്രാഫിക് പോലീസ് ഉണ്ട്, അപ്പോൾ അവരോട് ഇപ്പുറം ക്രോസ് ചെയ്ത് തരാൻ പറ എന്ന് പറഞ്ഞു. അവൻ വിചാരിച്ചത് അതിൻ്റെ ഇപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, അപ്പോൾ അവരോടാണെന്നാണ്. എന്തായാലും അവരായാലും ക്രോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞുമോനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ജോലിയിലേക്ക് കടക്കണം. ആദ്യമേ കുളിക്കാമെന്ന് വിചാരിച്ചാൽ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് നനയും. അപ്പോൾ പിന്നെ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. ഇനി അലക്കിയ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുവെക്കണം. അല്ലെങ്കിൽ എനിക്കിത് കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണ്. അധിക പേർക്കും ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ തുണി മടക്കി വെക്കൽ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇതിങ്ങനെ നല്ല വൃത്തിയിൽ മടക്കിയൊക്കെ വെച്ച് അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ എനിക്ക് നല്ലൊരു ഇഷ്ടമാണ്. ഇതെനിക്ക് എന്തായാലും ഇഷ്ടമുള്ളൊരു ഏർപ്പാടാണ് ഈ തുണി മടക്കി വെക്കൽ. മടക്കി വെക്കുന്നതൊക്കെ ശരി, പക്ഷെ അതുപോലെ തന്നെ ഇരിക്കണം. ഇക്കാടെയൊക്കെ പരിപാടിയുണ്ട്, എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി ഫുള്ളായിട്ട് വലിച്ചിടും. എനിക്ക് കണ്ടുകൂടാത്ത പ്രശ്നമാണിത്. ഇപ്പം തന്നെ ഞാനിത് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്, എന്തിനാണ് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോയെന്ന്. ഞാനിതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കും. എന്നിട്ടറിയും ഇനി ഇതുപോലെ കാണണേന്ന് പറയും. അപ്പോൾ ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും ഇമോജി ഇങ്ങോട്ടേക്ക് അയച്ചു തരും. അങ്ങനെ ഈ സെക്ഷൻ ഇന്ന് എന്തായാലും ക്ലിയറായി. ഇനി നമുക്ക് സ്നാക്സിലോട്ട് കടക്കാം. ഇന്ന് എഗ് പപ്സ് ആണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല, കുറേ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് കളയാനാക്കുന്നത്. ഒന്നാമത് നോമ്പാണല്ലോ. കുട്ടികളാണെങ്കിൽ അങ്ങനെ ബാക്കിയുണ്ടെന്ന് വിചാരിച്ച് പിറ്റേന്ന് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണക്കായത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. സമൂസ ഷീറ്റുണ്ടിൽ കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ തന്നെ മാവ് കുഴച്ചിട്ടാക്കിയതാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിവിടെ മുട്ട നേരെ പകുതി ആക്കിയിട്ടുള്ളൂ. ചില ആൾക്കാർ അത് 4 പീസൊക്കെ ആക്കാറുണ്ട്. അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. മസാലയൊക്കെ റെഡിയാക്കി മുട്ടയൊക്കെ നേരത്തെ പുഴുങ്ങി വെച്ചതുകൊണ്ട് ഈ മാവും കുഴച്ച് വെച്ചതുകൊണ്ട് ഈ പരത്തി ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 5 മണിയായി.
ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്ത് ജ്യൂസൊക്കെ ആക്കുമ്പോഴേക്ക് നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആവും. അങ്ങനെ ഇവിടെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോ ഒരാൾ 2 വീതവും എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. പക്ഷെ ഞാനിവിടെ തിരിച്ചിടാനും മറിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് മാത്രമേ എടുത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ജ്യൂസൊക്കെ റെഡിയായി എല്ലാവരും നിരനിരയായിട്ട് ഇരുന്നിട്ടുണ്ട്. ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. ഇനി നിസ്കാരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കണം. വെറും നമ്മൾ ഫുഡ് റെഡിയാക്കലും ഇതും മാത്രമല്ലല്ലോ നോമ്പെന്ന് പറഞ്ഞാൽ, നിസ്കാരവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. റമദാൻ മാസം പരമാവധി യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പരമാവധി ഞാൻ നിസ്കാരവും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ എത്ര നേരത്തെ തുടങ്ങിയാലും എന്ത് വന്നാലും ഒരു 11 മണി 11:30 ചിലപ്പോൾ 12 മണി അങ്ങനെയൊക്കെ ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. ലാസ്റ്റിലുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാത്രം കഴുകാനും പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും അടിച്ചു വാരാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.